വിഭൂതി തിങ്കൾ ചാരം പൂശുകയാണ്. കുരിശടയാളം നെറ്റിയിൽ പതിച്ച് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും നൂനം. നെറ്റിയിൽ ചാരം പൂശി രണ്ട് സത്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഈ വിഭൂതി തിങ്കൾ. ഇതൊരു ദുഃഖത്തിൻ്റെ ദിവസമാണെന്ന് വിചാരിക്കരുത്. ദിസ് ഇസ് നോട്ട് എ ഡേ ഓഫ് സാഡ്നെസ്. ഇത് സത്യത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ അനുതാപത്തിന് അർത്ഥമുള്ളത് നമ്മുടെ ദൈവം കരുണാമയനായതുകൊണ്ടാണ്. എൻ്റെ വായിൽ നിന്ന് പരദൂഷണം വീടില്ല എന്ന് മാത്രമല്ല, അത്തരം സംസാരത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് ഞാൻ മാറിക്കളയും. നല്ല ഒരു നോമ്പാണ്, നിങ്ങളുടെ വിശുദ്ധിയെ ഉയർത്തുന്ന നോമ്പാണത്. ബ്രോക്കൺ റിലേഷൻഷിപ്സ്, അറ്റുപോയ ബന്ധങ്ങളെ മുറിവുണക്കിയെടുക്കാൻ ഉള്ളൊരു ശ്രമം ഈ ദിവസങ്ങളിൽ നമുക്ക് നടത്താം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ നോമ്പ് അർത്ഥവത്താക്കാം. നെറ്റിയിൽ വരച്ചിടുന്ന കുരിശ് അത് ആത്മാവിൽ പതിയട്ടെ, അത് ഹൃദയവിചാരങ്ങളിൽ അത് പതിയട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 16 വിഭൂതി തിങ്കൾ. ഇന്നലെ ഞായറാഴ്ച നമ്മൾ നോമ്പ് കാലം ആരംഭിച്ചെങ്കിലും നോമ്പിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ദിവസമാണ് വിഭൂതി തിങ്കളാഴ്ച. ലാറ്റിൻ സഭയിൽ ബുധനാഴ്ചയാണ് ഈ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. സീറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ പൗരസ്ത്യ സഭകളിൽ ഇത്തരമൊരു ശുശ്രൂഷ യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. ലാറ്റിൻ സഭയിൽ നിന്ന് നമ്മളത് കടമെടുത്തതാണ്. പക്ഷെ കടമെടുത്തപ്പോൾ നമുക്ക് 50 നോമ്പ് നമ്മൾ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. അപ്പോൾ പിന്നെ ബുധനാഴ്ച അത് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്നതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച തന്നെ ആ ശുശ്രൂഷ നടത്തുകയാണ്. ചാരം പൂശുകയാണ്. കുരിശടയാളം നെറ്റിയിൽ പതിച്ച് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും നൂനം എന്ന സത്യത്തെ ഓർമ്മിപ്പിച്ച് നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ മക്കൾ കാണ്ടുവട്ടത്തിൽ 2 ദിവസങ്ങളാണ് നിർബന്ധമായും ഉപവാസം എടുക്കേണ്ടത്. ഉപവാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫാസ്റ്റിംഗ് മീൻസ് ടേക്കിംഗ് 1 full meal a day. ഇടയ്ക്ക് ചെറിയ മീൽ എടുക്കാവോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യം പോലെ. അതേസമയം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കാൻ തിരുസഭ നമ്മെ നിഷ്കർഷിക്കുന്ന 2 ദിവസങ്ങളിൽ, ഒന്ന് ഈ വിഭൂതി തിങ്കൾ, രണ്ടാമത്തത് പീഠാനുഭവ വെള്ളി. അപ്പോൾ ഈ ചൈതന്യത്തിൽ ഈ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ 4 വായനകൾ. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാം വായന ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം റോമാലേഖനം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം മത്തായി സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സൂചിപ്പിച്ചതുപോലെ നെറ്റിയിൽ ചാരം പൂശി 2 സത്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഈ വിഭൂതി തിങ്കൾ. ഒന്നാമത്തത് നമ്മുടെ നിസ്സാരതയെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ നശ്വരതയെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന സത്യം. രണ്ടാമത്തത് അനുദപിച്ച് സുവിശേഷത്തിലേക്ക് വരാൻ നമ്മെ ക്ഷണിക്കുകയാണ്. നോമ്പിൻ്റെ ആരംഭ ദിനം തന്നെ ഈ നശ്വരതയെ ഓർമ്മിപ്പിച്ച് അനുതാപത്തിൻ്റെ ആഹ്വാനം നമുക്ക് നൽകുകയാണ് ഈ ദിവസം. അതുകൊണ്ട് ഈ വിഭൂതി ബുധൻ രാവിലെ പള്ളിയിൽ പോകുന്നു, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, നെറ്റിയിൽ ചാരം പൂശുന്നു, കുരിശടയാളം വരച്ചിടുന്നു. ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതൊരു ദുഃഖത്തിൻ്റെ ഉപവാസവും കൂടെ ആകുമ്പോഴേക്കും ഇതൊരു ദുഃഖത്തിൻ്റെ ദിവസമാണെന്ന് വിചാരിക്കരുത്. ദിസ് ഇസ് നോട്ട് എ ഡേ ഓഫ് സാഡ്നെസ്. ദിസ് ഇസ് നോട്ട് എ ഡേ ഓഫ് സാഡ്നെസ് ബട്ട് ദ ഡേ ഓഫ് ട്രൂത്ത്. ഇത് സങ്കടത്തിൻ്റെ ദിവസമല്ല, ഇത് ദുഃഖത്തിൻ്റെ ദിവസമല്ല, ഇത് സത്യത്തിൻ്റെ ദിവസമാണ്. സത്യം പ്രഘോഷിക്കപ്പെടുകയാണ്. അതായത് ഇല്യൂഷൻസ്, മായ മാഞ്ഞു പോവുകയും യാഥാർത്ഥ്യം പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. ഇല്യൂഷൻസ് fall away and reality speaks. മായ മാഞ്ഞു പോകുന്നു, ജീവിതത്തിൻ്റെ മൗഢ്യങ്ങൾ മാഞ്ഞു പോവുകയും യാഥാർത്ഥ്യം, ഇത്രയേ ഉള്ളൂ നമ്മൾ, ഇതാണ് നേര്, ഇതാണ് സത്യം എന്ന് വിളിച്ചു പറയുന്ന ദിവസം. സൗമാരംഭയാണ് സുറിയാനി മക്കൾക്ക് ഈ നോമ്പ് കാലം. സൗമായിലേക്ക്, നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പ്രാർത്ഥനയുടെ, ഉപവാസത്തിൻ്റെ, ദാനധർമ്മത്തിൻ്റെ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുന്നു. 4 വായനകളിലൂടെ വേഗം നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. അവിടെ മുഴങ്ങുന്ന ചോദ്യം,
വേർ ആർ യു? ആദം, വേർ ആർ യു? ആദം, എവിടെയാണു നീ? ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇൻഫർമേഷൻ. എവിടെയാണെന്നുള്ള അറിവ് കർത്താവ് തേടുകയല്ല, മറിച്ച് മുറിഞ്ഞുപോയ ബന്ധത്തെ, ആ റിലേഷൻഷിപ്പിനെ കർത്താവ് വീണ്ടും പുനരുദ്ധരിക്കാനുള്ള ശ്രമത്തിൻ്റെ വിളിയാണ് ആദം, വേർ ആർ യു? ഈ ഭാഗം സാത്താൻ വളരെ കൗശലപൂർവം ദൈവം പറഞ്ഞത് തെറ്റാണെന്ന ധാരണ ഇവർക്ക് കൊടുത്ത്, ഹൗവായ്ക്കും ആദത്തിനും കൊടുത്ത് അവരെ പാപത്തിലേക്ക് വീഴിക്കുകയാണ്. നമുക്കും പറ്റിയതാണ്. മിക്കവാറും ഈ ദിവസം ഇന്ന് തന്നെ നിങ്ങളിലേക്ക് മറ്റൊരു ടോക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ നൽകിയൊരു ടോക്ക്, അതിനകത്ത് ഈ വിഷയം ഡീറ്റെയിൽഡായിട്ട്, ഈ എപ്പിസോഡ്, ഈ ഉൽപ്പത്തിയുടെ ഈ എപ്പിസോഡ് ഡീറ്റെയിൽഡായിട്ട് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. എപ്രകാരമാണ്, എവിടെയാണ് ഈ പിശാചിൻ്റെ തന്ത്രം? എന്താണ് പിശാചിൻ്റെ തന്ത്രം? ദൈവം പറഞ്ഞത് തെറ്റാണെന്ന് നമ്മെ തോന്നിപ്പിച്ച് പാപത്തിലേക്ക് നമ്മളെ ഡ്രാഗ് ചെയ്യുന്നവനാണ് പിശാച്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതായത് തുറവി വേണ്ടിടത്ത് മറവ് വരുന്നു. ദൈവത്തിന് മുമ്പാകെ തുറവിയോടെ നിൽക്കേണ്ടവർ വൃക്ഷത്തിൻ്റെ പിറകിൽ, മരത്തിൻ്റെ പിറകിൽ മറഞ്ഞിരിക്കും. തുറവി വേണ്ടിടത്ത് മറവ് വരുന്നു. ഉത്തരവാദിത്വം വേണ്ടിടത്ത് ആരോപണം വരുന്നു. എൻ്റെ അസ്ഥിയുടെ അസ്ഥി, എൻ്റെ മാംസത്തിൻ്റെ മാംസം എന്ന് ആദം പറഞ്ഞതാണ് ഹൗവയെക്കുറിച്ച്. ഉത്തരവാദിത്വമാണത്, എൻ്റേതാണത്. ഉത്തരവാദിത്വം കാണിക്കേണ്ടിടത്ത് ആരോപണം ഉന്നയിക്കപ്പെടുന്നു. നീ എനിക്ക് കൂട്ടായി തന്ന ഈ സ്ത്രീയാണ് എന്നെ പാപത്തിലേക്ക് വിട്ടതെന്ന് പറയുന്ന ആരോപണം. സ്വാതന്ത്ര്യം വേണ്ടിടത്ത് ഭയമുണ്ടാകുന്നു. ദൈവത്തിന് മുമ്പാകെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കേണ്ടവനായിരുന്നു അവൻ, പക്ഷേ അവന് ഭയം വരുന്നു. ഈ അപകടമുണ്ട്, പാപം കൊണ്ടുവരുന്ന അപകടം. തുറവി വേണ്ടിടത്ത് മറവ് കൊണ്ടുവരുന്നു. ഉത്തരവാദിത്വം വേണ്ടിടത്ത് ആരോപണം കൊണ്ടുവരുന്നു. സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടിടത്ത് ഭയം കൊണ്ടുവരുന്നു. രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ്. വായിക്കണേ ഇന്നത്തെ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം. സെക്കൻഡ് റീഡിംഗ്, ദ ബുക്ക് ഓഫ് വിസ്ഡം, ചാപ്റ്റർ 12 വേഴ്സസ് 16 to 20. വായിച്ചിരിക്കേണ്ട സുന്ദരമായ ഭാഗമാണ്. ദൈവത്തിൻ്റെ അധികാരവും കരുണയുമാണ് ഇവിടെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അധികാരം, ഒപ്പം തന്നെ ദൈവത്തിൻ്റെ കരുണ. അതായത് ഹീ ഈസ് ദ മൈറ്റി വൺ ബട്ട് ഹീ ഈസ് ജെന്റിൽ. അവൻ ശക്തിയുള്ളവനാണ്, പക്ഷേ കർത്താവിന് സൗമ്യതയുണ്ട്. ഹീ ഈസ് ദ മൈറ്റി വൺ ബട്ട് ഹീ ഈസ് ജെന്റിൽ. ഹീ ഈസ് ജസ്റ്റ് ബട്ട് ഹീ ഈസ് പേഷ്യൻ്റ്. അവൻ നീതിമാനാണ്, പക്ഷേ അവന് സഹിഷ്ണുതയുണ്ട്. എന്നിട്ട് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അധികാരമുള്ളവർ കരുണയോടെ ആ അധികാരം ഉപയോഗിക്കട്ടെ എന്ന്. ദൈവത്തിൻ്റെ ശൈലിയാണത്. ഗോഡ് ഡസ് നോട്ട് റഷ് ടു പണിഷ്, ഹി ഗീവ്സ് ടൈം ഫോർ റിപ്പൻറ്റൻസ്. കർത്താവ് നമ്മളിങ്ങനെ ശിക്ഷിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമുക്ക് സമയം തരുക, അനുതാപത്തിന് സമയം തരുന്ന. നമ്മുടെ അനുതാപം അർത്ഥവത്താകുന്നത്, അവർ റിപ്പൻറ്റൻസ് ബിക്കംസ് മീനിങ്ഫുൾ ബിക്കോസ് അവർ ഗോഡ് ഈസ് മേഴ്സിഫുൾ. നമ്മുടെ അനുതാപത്തിന് അർത്ഥമുള്ളത് നമ്മുടെ ദൈവം കരുണാമയനായതുകൊണ്ടാണ്. അപ്പോൾ ഈ നോമ്പ് കാലം ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ത്രെറ്റ്. ഇത് ഭയപ്പെടുത്തുന്ന കാലമല്ല. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ത്രെറ്റ് ബട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഓപ്പർച്യൂണിറ്റി. ഇതൊരവസരമാണ്. കർത്താവ് കരുണ കാണിക്കുകയാണ്. അധികാരമുള്ള, ശിക്ഷിക്കാൻ ശക്തിയുള്ള, നീതിമാനായ ദൈവം നമുക്ക് വീണ്ടും ഒരു അവസരം നൽകുന്ന നേരമാണ് ഈ നോമ്പ് കാലമെന്ന് തിരിച്ചറിയുക. ഗോഡ് ഡിലേസ് ജഡ്ജ്മെൻറ്റ്. അവൻ വിധി വൈകിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ നോമ്പ് കാലത്തെ മനസ്സിലാക്കേണ്ടത്. അവൻ വിധി വൈകിക്കുകയാണ്. എന്തിന്? നമ്മുടെ ഹൃദയങ്ങൾ അവനിലേക്ക് തിരിയാൻ സമയം തരികയാണ്. ഹൃദയങ്ങൾ കർത്താവിലേക്ക് തിരിയുന്ന കാലമാകട്ടെ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെ തന്നെ ബലിയായി കർത്താവിന് സമർപ്പിക്കാൻ പൗലോസ്ലീഹ നമ്മളെ മൂന്നാമത്തെ വായനയിൽ ഓർമ്മിപ്പിക്കും. അതായത് നിങ്ങളെ തന്നെ ബലിയാക്കാൻ പറയുമ്പോൾ റിച്വൽസിന്, ആചാര അനുഷ്ഠാനങ്ങൾക്കപ്പുറത്ത് ജീവിതബന്ധിയായി അനുതാപം മാറട്ടെ എന്നാണ് അർത്ഥം. നെറ്റിയിൽ വരച്ചിടുന്ന കുരിശ് അത് ആത്മാവിൽ പതിയട്ടെ, അത് ഹൃദയവിചാരങ്ങളിൽ അത് പതിയട്ടെ. ഈ കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ സകല വ്യാപാരങ്ങളിലും അത് വന്ന് പതിയട്ടെ. അനുഷ്ഠാനങ്ങൾക്കപ്പുറത്തുള്ള ജീവിത ശൈലിയിലായിട്ട് അനുതാപം മാറാൻ ഈ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് 2 മക്കൾ. ഒരാൾ പറഞ്ഞു ഞാൻ പോകാം തോട്ടത്തിലേക്ക്, പോയില്ല. രണ്ടാമത്തവൻ പറഞ്ഞു ഞാൻ പോകില്ല, പക്ഷേ അവൻ പോയി. അതായത് ഒബീഡിയൻസ് ദാറ്റ് ആക്ട്സ്, പ്രവർത്തിക്കുന്ന അനുസരണത്തിലേക്കാണ് നമ്മളെ അവസാനം സുവിശേഷം എത്തിക്കുന്നത്. പറച്ചിലിലേക്കല്ല. പറച്ചിലിനപ്പുറത്ത്
പ്രവർത്തിക്കുന്ന ഒരു അനുസരണത്തിൻ്റെ മാനമുണ്ട്. അനുസരിക്കാമെന്ന് പറയുകയും എന്നാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഒരു വശത്ത്, അനുസരിക്കില്ലെന്ന് പറഞ്ഞു പോയെങ്കിലും അനുസരിച്ചവർ മറുവശത്ത്. ആരാണ് പ്രീതിക്ക് പാത്രമായത്? അനുസരിച്ചവർ. ദാറ്റ് മീൻസ് ഒബീഡിയൻസ് ദാറ്റ് ആക്ട്സ്. അനുസരിക്കാമെന്നുള്ള പറച്ചിലല്ല, അനുസരണമാണ്. അനുസരണം പ്രവൃത്തിയാണ്. ഒബീഡിയൻസ് ദാറ്റ് ആക്ട്സ് മാറ്റേഴ്സ്. അതുകൊണ്ട് പ്രവൃത്തിയിലേക്ക് നമ്മുടെ അനുസരണം എത്തട്ടെ. ഇന്നത്തെ 4 വായനകളെ കണക്ട് ചെയ്യാൻ ഒരു സിമ്പിൾ ത്രെഡ് പറയട്ടെ. അതിങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിസൊബീഡിയൻസ്. അനുസരണക്കേട് ബന്ധത്തെ മുറിച്ചു. ഡിസൊബീഡിയൻസ് ബ്രോക്ക് കമ്മ്യൂണിയൻ, ബന്ധത്തെ, ദൈവവുമായുള്ള ബന്ധത്തെ മുറിച്ചു. രണ്ടാമത്തെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണ, അനുതാപം കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ അനുതാപത്തിനായി കാത്തിരിക്കുന്നു. മൂന്നാമത് ഈ അനുതാപം, റിപ്പൻറ്റൻസ് ട്രാൻസ്ഫോംസ് ലൈഫ്. ഈ അനുതാപം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുന്നു. നാലാമത്തെ വായനയിൽ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ തെളിവായി എന്തുണ്ടാകുന്നു? പ്രവർത്തികൾ ഉണ്ടാകുന്നു. എത്ര സുന്ദരമായിട്ടാണ് 4 വായനകൾ കണക്റ്റഡ് ആയിരിക്കുന്നത്. ഒന്നാമത്തത് അനുസരണക്കേട് ബന്ധത്തെ മുറിക്കുന്നു. 2 ദൈവത്തിൻ്റെ കരുണ നമ്മുടെ അനുതാപത്തിനായി കാത്തിരിക്കുന്നു. മൂന്നാമത്തത് അനുതാപം ജീവിതത്തിലേക്ക് വരുന്നു, ട്രാൻസ്ഫോംസ് ലൈഫ്. ആ ജീവിതത്തിലേക്ക് വന്ന അനുതാപത്തിൻ്റെ തെളിവായി സുവിശേഷത്തിൽ അത് പ്രവൃത്തിയായി വളരുന്നു. അത്തരമൊരു വളർച്ച ഈ നോമ്പ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഉപവാസത്തിൻ്റെ ദിവസമാണ് എന്നെല്ലാവരും ഓർക്കണേ. ആരോഗ്യമുള്ളവർ ദൈവം സഹായിച്ച് നിങ്ങൾക്കതിനുള്ള സാഹചര്യമുണ്ട്, ആരോഗ്യമുണ്ടെങ്കിൽ അതിനുള്ള മനസ്സുകൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നവരൊക്കെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് മറ്റ് ഭക്ഷണം ഒഴിവാക്കി കൂടുതൽ ദൈവവിചാരത്തോടെ പ്രാർത്ഥനയോടെ ഈ ദിവസമായിരിക്കാം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും തൊഴിലുമൊക്കെ ഉണ്ട്. അതിൻ്റെ മധ്യേയും ഒരു ദൈവവിചാരത്തോടെ അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ ആയിരിക്കാൻ ഈ ദിവസം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 50 നോമ്പ്, പ്രത്യേകിച്ച് ഈ ഫീഡ് മൈ ഷീപ്പിൻ്റെ സഹയാത്രികരോട് എനിക്ക് പറയാനുള്ളത്, കഴിവതും എല്ലാവരും 50 നോമ്പ് എടുക്കണേ. ട്രഡീഷണലായിട്ട് നമ്മൾ മത്സ്യവും മാംസവും ഒക്കെ ഉപേക്ഷിച്ച് നോമ്പ് എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കാൻ കഴിയുന്ന എല്ലാവരും ആ ട്രഡീഷണൽ നോമ്പ് തന്നെ എടുക്കണം. ഈ ട്രഡീഷണൽ നോമ്പിനപ്പുറത്തേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ചിലർക്കിപ്പോൾ ആ ട്രഡീഷണൽ നോമ്പ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കത്തില്ല നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ വീട്ടിലുമൊക്കെ. അങ്ങനെയുള്ളവർ മറ്റ് നോമ്പ് ശൈലികളിലേക്ക് കൂടെ നിങ്ങളെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഉദാഹരണത്തിന് കുറച്ചുകൂടെ സ്പിരിച്വൽ റെലവൻ്റ് ആയിട്ടുള്ള ഒന്ന്, ഞാൻ ഗോസിപ്പുകളിൽ നിന്ന് 50 ദിവസം മാറി നിൽക്കും. എൻ്റെ വായിൽ നിന്ന് പരദൂഷണം വീടില്ല എന്ന് മാത്രമല്ല, അത്തരം സംസാരത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് ഞാൻ മാറിക്കളയും. നല്ല ഒരു നോമ്പാണ്, നിങ്ങളുടെ വിശുദ്ധിയെ ഉയർത്തുന്ന നോമ്പാണത്. നെഗറ്റീവ് സ്പീച്ച്, അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കും. ദേഷ്യത്തിൽ നിന്ന്, അനാവശ്യ ദേഷ്യത്തിൽ നിന്ന്, ആങ്കർ ആൻഡ് ഹാർഷ് വേർഡ്സ്, അത്ര ബിക്കമിങ് അല്ലാത്ത വാക്കുകൾ, നല്ലതല്ലാത്ത വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് ഈ 50 ദിവസം വീഴില്ല. നോമ്പെടുക്കുകയാണ്. ചില വാക്കുകൾക്ക് നോമ്പെടുക്കാം. പ്രപ്പോർഷനേറ്റ് അല്ലാത്ത കോപത്തിന് നോമ്പെടുക്കാം. അപ്പോൾ ഈ ഭക്ഷണം പാഴാക്കുന്നത് നമുക്ക് നോമ്പെടുക്കാവുന്ന ശൈലികളാണത്. ഞാൻ ഭക്ഷണം പാഴാക്കൽ, ചിലരൊക്കെ ഇന്ന് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ഭക്ഷണമൊക്കെ നിസ്സംഗതയോടെ, ഒരു നിർവികാരതയോടെ ഭക്ഷണം പാഴാക്കി കളയുന്നവരുണ്ട്. ഐ വോണ്ട് വേസ്റ്റ് ഫുഡ് ആൻഡ് വാട്ടർ. ഭക്ഷണവും വെള്ളവും ഞാൻ പാഴാക്കില്ലെന്ന് തീരുമാനമെടുക്കാം. സൈലൻറ്റ് പ്രയറിലേക്ക് മാറാം. കുറെ കൂടി നിശബ്ദ പ്രാർത്ഥനയുടെ ശൈലി ഈ നോമ്പ് കാലത്ത് പഠിക്കാൻ കഴിവതും ശ്രമിക്കണേ. ഒപ്പം തന്നെ ആക്ട്സ് ഓഫ് ചാരിറ്റി, കുറച്ചൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്യുക. അത് 2 രീതിയിൽ, ഒന്ന് സുവിശേഷ വേലയ്ക്ക് പിന്തുണ കൊടുക്കുക, 2 പാവങ്ങൾക്ക് പിന്തുണ നൽകുക. കർത്താവിൻ്റെ സഭയ്ക്കും സുവിശേഷത്തിനും പാവങ്ങൾക്കും പിന്തുണ കൊടുക്കാൻ ഈ നോമ്പ് കാലം നിങ്ങളിലും ഒരു പ്രേരണ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ തിരുവചന വായനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. സാധിക്കുന്നവർ നിങ്ങളുടെ സാഹചര്യം അനുവദിക്കുമെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുക. ഇനിയുള്ള 50 ദിവസം സന്ധ്യാപ്രാർത്ഥന കുടുംബങ്ങളിൽ മുടക്കാതിരിക്കുക. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു പുതിയ ശൈലി നമുക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, ബ്രോക്കൺ റിലേഷൻഷിപ്സ്, അറ്റുപോയ ബന്ധങ്ങളെ മുറിവുണക്കിയെടുക്കാൻ, മുറികൂട്ടിയെടുക്കുവാൻ ഉള്ളൊരു ശ്രമം ഈ ദിവസങ്ങളിൽ നമുക്ക് നടത്താം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ നോമ്പ് അർത്ഥവത്താക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഇന്ന് വിഭൂതി തിങ്കളാഴ്ച ഞങ്ങളുടെ നെറ്റിയിൽ ഞങ്ങൾ വരച്ചിട്ട വിശുദ്ധ കുരിശിൻ്റെ അടയാളം ഞങ്ങളുടെ ജീവിതം മുഴുവൻ പടരുവാനും സ്ലീവായുടെ ചൈതന്യത്തിൽ ജീവിക്കുവാനും സ്ലീവായിൽ നിന്ന് പുറപ്പെടുന്ന രക്ഷ അനുഭവിക്കുവാനും ഈ നാളുകളിൽ ഞങ്ങൾ നീ ഒരുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ.